ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. തോണ്ടേക്കിന്റെ പഠന സിദ്ധാന്തത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിന്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. പാർട്ട് 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സാധ്യതയും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളും അതുപോലെ അനുബന്ധ നിയമങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പഠന നിയമങ്ങൾ നമ്മൾ പാർട്ട് 1 കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നേരെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് സന്നദ്ധതാ നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയും. ഇപ്പോൾ ഇതിൽ എഴുതിയതല്ലാണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പഠിക്കാൻ മനസ്സ് തയ്യാറാണ്. ഒരു കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം ആ കുട്ടി മെന്റലി പ്രിപ്പയർ ആണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ പഠിച്ചാൽ എന്ത് ചെയ്യും, അത് സന്തോഷത്തോടെ വേഗം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് നമ്മളെ തലച്ചോറിൽ കയറും. എന്നാൽ മനസ്സ് തയ്യാറല്ലാത്തപ്പോൾ നിർബന്ധിപ്പിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, അത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും. ഇത്രയാണ് ഈ സന്നദ്ധതാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഫല നിയമം. ഇപ്പോൾ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠനത്തിന്റെ ഫലം സന്തോഷം തരുന്നതാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചെയ്യും. നേരെ മറിച്ച് നമുക്കതൊരു വിഷമം തരുന്നതാണെങ്കിലോ അത് ഒഴിവാക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പഠിച്ചത് കൊണ്ട് സമ്മാനമോ അഭിനന്ദനമോ കിട്ടുമ്പോൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങും. അതെന്തായാലും കൂടുതൽ താല്പര്യം കിട്ടും. അടുത്തപ്പോൾ ഇങ്ങനെ പഠിച്ചതാവുമ്പോൾ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സമ്മാനങ്ങൾ കിട്ടും എന്നുള്ളൊരു എന്ത് ചെയ്യും, ആ ഒരു തോട്ട് കുട്ടീൻ്റെ മനസ്സിൽ വരും. നേരെ മറിച്ച് പഠനത്തിൽ ശിക്ഷയോ വിഷമമോ ഉണ്ടായാൽ അതിനോട് വെറുപ്പും മടിയും തോന്നും. നേരെ മറിച്ച് ഇപ്പോൾ പഠിക്കുന്ന ടൈമിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ചീത്തതാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു മാനസികപരമായിട്ട് അതിനോട് പൊരുത്തപ്പെടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനോടൊരു വെറുപ്പും മടിയും തോന്നും. ഇതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളതാണ് അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ് എന്ന് പറയും. ഇതിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പരിശീലനം നമ്മൾ എത്രത്തോളം പരിശീലനം ചെയ്യുന്നോ അത്രത്തോളം പൂർണ്ണനാക്കുന്നു. എന്ന് വെച്ചാൽ പരിശീലനം എന്ത് ചെയ്യും, മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിന് രണ്ട് ഉപവിഭാഗങ്ങളാണല്ലോ. ഒന്നാമതാണ് പ്രയോഗ നിയമം, ലോ ഓഫ് യൂസ് എന്ന് പറയും. പഠിച്ച കാര്യം ഇടയ്ക്കിടെ ആവർത്തിച്ച് നോക്കുമ്പോൾ, ഇടയ്ക്കിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശീലിച്ച് നോക്കുമ്പോൾ അത് മനസ്സിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കും. അതാണ് ഈ ലോ ഓഫ് യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതാണ് ലോ ഓഫ് ഡിസ്യൂസ് അല്ലെങ്കിൽ പ്രയോഗരഹിത നിയമം. എത്ര നന്നായിട്ട് പഠിച്ച കാര്യമാണെങ്കിലും ഉപയോഗിക്കാതെയും പരിശീലിക്കാതെയും ഇരുന്നാൽ കാലക്രമേണ അത് എന്ത് ചെയ്യും, മറന്നുപോകും. ഇത് രണ്ടാണ് അതിന്റെ ഉപവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ അഭ്യാസ നിയമങ്ങൾ എന്ന് പറയുന്നതിൽ വരുന്നത്. തോണ്ടേക്കിന്റെ പഠന നിയമങ്ങൾക്ക് ശേഷം വരുന്ന ടോപ്പിക്കാണ് അനുബന്ധ നിയമങ്ങൾ. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ബഹുവിധ പ്രതികരണ നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. ഇതിൻ്റെ ഇപ്പോൾ ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുന്നത് വരെ നമ്മൾ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് ഒരു പുതിയ പസിൽ അല്ലെങ്കിൽ കളി ജയിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പല വഴികൾ നമ്മൾ പരീക്ഷിക്കുന്നു. ഇപ്പം നമ്മളെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഉള്ള അതേമാതിരി തന്നെ കുറേ രീതി നമ്മൾ ട്രൈ ചെയ്തു. ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു ശരിയായ വഴി നമ്മൾ കണ്ടെത്തും. ഇതാണ് ഈ ബഹുവിധ പ്രതികരണ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിക്കാനുള്ള നമ്മുടെ മനസ്സും നിലപാടും വളരെ പ്രധാനമാണെന്ന് പറയുന്നതാണ് ഈ മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു കാര്യം പഠിക്കാൻ പോസിറ്റീവായ മനോഭാവവും താല്പര്യവും ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇതെനിക്ക് പറ്റില്ല എന്നൊരു ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്തയോടെ സമീപിച്ചാൽ എന്ത് ചെയ്യും, പഠനം പ്രയാസകരമായിരിക്കും. പിന്നെ വരുന്നതാണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രധാന വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി പ്രധാനപ്പെട്ട വിവരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണമായിട്ട് ഒരു വലിയ പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിലെ അനാവശ്യ വാക്കുകളെല്ലാം തന്നെ ഒഴിവാക്കി പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രധാന പോയിന്റുകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. പിന്നെ വരുന്നതാണ് സാദൃശ്യ നിയമം. മുൻപ് അനുഭവിച്ച സമാനമായ ഒരു സാഹചര്യത്തിന്റെ സഹായത്തോടെ പുതിയൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു സ്കൂട്ടി ഒക്കെ ഓടിക്കാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മുന്നേ സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ആൾക്ക് എന്താണ് അതൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഓൾക്ക് അറിയാതെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ് സാദൃശ്യ നിയമത്തിന്. നമ്മൾ ഏത് ക്രമത്തിലാണോ ഒരു കാര്യം ആദ്യം പഠിച്ചത് അതേ ക്രമത്തിൽ അത് ഓർത്തെടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇതാണ് ഈ ധ്രുവീകരണ നിയമം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ മലയാള അക്ഷരമാല, അതായത് ഇപ്പോൾ ആ ആ ഇ ഈ എന്ന് നേരെ ചൊല്ലാൻ എന്താണ് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എന്നാൽ അത് തിരിച്ചിട്ടിട്ട് ഇപ്പോൾ ആദ്യം ഇങ്ങനെ തുടങ്ങുകയാണ് ഇ ഈ ആ ആ അങ്ങനെയൊക്കെ തുടങ്ങുന്നത് എന്താണ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചൊരു ക്രമമുണ്ട്, അതിലൂടെ തന്നെ നമ്മൾ ഓർക്കുന്ന ടൈമിൽ എന്താണ് നമുക്ക് എളുപ്പത്തിൽ റീകോൾ ചെയ്യാൻ കഴിയും. അനുബന്ധ നിയമങ്ങളിൽ അവസാനമായിട്ട് വരുന്നതാണ് സംയോജിത വ്യത്യായന നിയമം എന്ന് പറയും, ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ്. ഒരു കാര്യത്തോട് നമ്മൾ കാണിക്കുന്ന അതേ പ്രതികരണം പിന്നീട് അതിനോട് ബന്ധമുള്ള മറ്റൊരു കാര്യത്തിലേക്ക് കൂടി മാറ്റിയെടുക്കുക. ഉദാഹരണമായിട്ട് പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ ഭക്ഷണത്തിന് പകരം ബെല്ലടിയുടെ ശബ്ദപ്പം, ബെല്ലടിച്ചാലാണ് ഭക്ഷണം കിട്ടാന്ന് മനസ്സിലായി. അപ്പം എന്താ, ഈ ബെല്ലടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നായ ഉമിനീര് ഒഴിക്കാൻ പഠിക്കുന്നത് പോലെ ഒരു പ്രധാന ചോദകത്തോട് സ്റ്റിമുലസോട് കാണിക്കുന്ന പ്രതികരണം മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കുന്നു.
സോ ഇത്രയാണ് തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കൂടെ കിടക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.